കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ്. അതിൽ തന്നെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. തുടർഭരണമുണ്ടാകുമെന്ന് LDF പറയുമ്പോൾ ഇത്തവണ അത് മാറുമെന്നാണ് UDFും തങ്ങൾ ഭരിക്കുമെന്ന് BJPയും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ LDF എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കേണ്ട. നിലവിലെ ഡെപ്യൂട്ടി മേയറും ഒപ്പം തന്നെ LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പൊതുവെ പറയപ്പെടുകയും ചെയ്ത CP മുസാഫർ അഹമ്മദ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ഉണ്ട്. ഏറ്റവും ആദ്യം കണ്ടത് നമ്മളായിരുന്നു. അന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് അങ്ങ് മത്സരിച്ചു. അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒരുപക്ഷെ മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു മാധ്യമങ്ങളാണെങ്കിൽ പോലും. നാളെ ഇപ്പോൾ റിസൾട്ട് വരികയാണ്. എന്താണ് പ്രതീക്ഷ? ശുഭപ്രതീക്ഷ വർദ്ധിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെയാണല്ലോ പുതിയ അനുഭവം. വോട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് LDF നല്ല നിലയിൽ മുന്നോട്ട് പോകും. വോട്ട് രേഖപ്പെടുത്തി ജനങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം മനസ്സിലാക്കുന്ന മുറക്ക് കൂടുതൽ ശക്തമായി തന്നെ കോഴിക്കോട് LDF തിരിച്ചു വരുന്നൊരു ചിത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധി. നാളെ വോട്ടെണ്ണിയാൽ കൃത്യമായിട്ടും മനസ്സിലാകും. DCC അധ്യക്ഷൻ വ്യക്തമാക്കിയത് 40 സീറ്റുകൾ എന്നത് ഇപ്പോഴും അദ്ദേഹം ഉറച്ചു പറയുകയാണ്. അദ്ദേഹം പറയുന്നു കഴിഞ്ഞതിൽ നിന്നും ഒക്കെ കൂടുതൽ സീറ്റുകൾ പിടിച്ചുകൊണ്ട് UDF ശക്തമായി തന്നെ തിരിച്ചുവരും. മാത്രമല്ല UDFിൻ്റെ മേയറായിരിക്കും ഇനി കോർപ്പറേഷൻ ഭരിക്കുക എന്നുള്ളത് തമാശയായിട്ട് എനിക്ക് തോന്നാം. എന്നാലും LDF കൂടുതൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ മുന്നോട്ട് പോകുന്നൊരു ചിത്രമായിരിക്കും ഉണ്ടാകും. അപ്പോൾ അതല്ലാതെ സാധാരണഗതിയിൽ ജനങ്ങളുടെ പൊതുവികാരവും അഭിപ്രായങ്ങളും ജനങ്ങൾ പങ്കുവച്ച ആശയങ്ങളും എല്ലാം വെച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജനക്ഷേമകരമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൊതുപ്രകടനം, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ, അവരുടെ പങ്കുവെക്കപ്പെടുന്ന ആശയങ്ങളെല്ലാം LDF തന്നെ തുടരുമെന്നുള്ളതാണ്. അപ്പോൾ DCC പ്രസിഡൻറ്റ് അത് നാളെ വോട്ടെണ്ണുന്നവർ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അപ്പോൾ അത്ഭുതകരമായൊരു സംഭവം കോഴിക്കോട്ടുണ്ടാവേണ്ടി പോകുന്നില്ല. ഉറപ്പിച്ചും തറപ്പിച്ചും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ BJPയുടെ വോട്ട് വാങ്ങി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ആശയപരമായ ധാരണ ഉണ്ടാക്കി പരസ്പര ധാരണയോടെ ഉറപ്പിക്കാമെന്നല്ലാതെ സാധാരണതയിലുള്ള തെരഞ്ഞെടുപ്പിൽ UDFന് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ ജയിക്കാവുന്ന ഒരു അന്തരീക്ഷമേ ഇല്ല. ഇത്തവണ LDF എങ്ങനെയായിരിക്കും? കോഴിക്കോട് കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുമ്പോൾ 50 എന്നുള്ള കഴിഞ്ഞ തവണത്തെ ആ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തുമോ, അല്ല അതിൽ കുറയാനാണോ സാധ്യത? എങ്ങനെയാണ് ഈ കൂട്ടലും കിഴക്കിലും ഒക്കെ നോക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണത്തെക്കാളും മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ വെട്ടമർത്തി തുറന്നു നോക്കിയാൽ നാളെ വരാൻ പോകുന്ന വിധി കോർപ്പറേഷനിൽ LDFന് കൂടുതൽ കൗൺസിലർമാർ സൃഷ്ടിച്ച് കൂടുതൽ ശക്തമായ പുതിയൊരു ഭരണസമിതി നിലവിലുണ്ട്. നിലവിൽ ഇപ്പോൾ പുതിയ മേയർ ഇന്ന് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ പുതിയ മേയർ വരണം. ഡെപ്യൂട്ടി മേയറാണ് നിലവിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മത്സരിച്ചവരിൽ മുതിർന്ന ഒരു ആളും കൂടിയാണ്. സ്വാഭാവികമായും അങ്ങേ പാർട്ടി ചുമതല ഏൽപ്പിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഭരണം പ്രതീക്ഷിക്കാമോ? ഞാൻ നേരത്തെ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഭരണം എന്തായാലും നല്ല ഭരണം LDF ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ നടപ്പാക്കുക എന്നുള്ളതാണ് മാൻഡേറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതൃത്വം മുന്നണിക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതിൽ ശക്തമായി തന്നെ നമ്മുടെ പൊസിഷൻ എന്തായാലും ഞാനടക്കമുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ LDFിൻ്റെ പൊസിഷൻ, ഓരോരുത്തരുടെയും പൊസിഷൻ എന്തായാലും അതിശക്തമായ 65 വർഷക്കാലം കോഴിക്കോട്ട് LDFിൻ്റെ ഭരണം മികച്ച നിലയിലായിരിക്കും. പിന്നെ മേയർ എന്നൊക്കെയുള്ള ചുമതലകളെല്ലാം പാർട്ടി പൊസിഷൻ നോക്കിയിട്ട് തീരുമാനിക്കുന്ന രീതിയല്ലുള്ളത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയും മുന്നണിയും ആലോചിച്ച് മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരൊക്കെ യുക്തമായ നിലയിൽ വിന്യസിക്കുകയാണ് ചെയ്യുക. അതിലൊന്നും യാതൊരു എന്താ പറയുക, വേറെ തലത്തിൽ UDFിനെ പോലെയുള്ള ഒരു ആശങ്കയോ പ്രശ്നങ്ങളോ നമുക്കിടയിലില്ല. വേണമെങ്കിൽ ഒരു അപ്രതീക്ഷിത മേയറും വരാം. അങ്ങനെയല്ല, ഒരു മേയർ വരും LDF. CP മുസാഫർ അഹമ്മദാണ്, അദ്ദേഹമാണ് LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും LDF കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നുള്ളതാണ്. DCC പ്രസിഡന്റിൻ്റെ പ്രസ്താവന കേവലം ഒരു തമാശയായി മാത്രം കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.